ഹേയ് ബനാനേ ഒരു കായ് തരാമോ, അതാണ് ഇന്നത്തെ പ്രൊമോ. പക്ഷേ എല്ലാവർക്കും ഒരു നിരാശയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇന്നലെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഇന്ന് ഗബ്രിയും ജാസ്മിനും ആയിരിക്കും റോസ്റ്റ് ചെയ്യപ്പെടുന്നതെന്നാണ്. പക്ഷെ അതുണ്ടായില്ല. അപ്പോൾ വേഗം ഇന്ന് രാവിലത്തെ കൗണ്ട് ഡൗൺ പ്രൊമോ, അതായത് ഇനി 2 ദിവസം കൂടി നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. അപ്പോൾ നല്ലൊരു നീല കുർത്തിയിൽ ലാലേട്ടൻ നല്ല തിളങ്ങി നിൽക്കുകയാണ്. രാവിലെ തന്നെ നല്ല ഉഷാറായി നിൽക്കുകയാണ്. പക്ഷേ ആ നീലയ്ക്ക് നല്ല കോംപ്ലിമെന്ററി കളറായിട്ട് നല്ല 2 മഞ്ഞ കളർ, എങ്ങനെയാണോ ഈ മഞ്ഞ ബനാനയൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നത്, 2 കൊല നല്ലൊരു ബനാനയൊക്കെ കൊണ്ടുവന്നിട്ട് ആ പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. ആ ഒരു സ്റ്റൈലൊക്കെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു മറ്റൊരു സ്റ്റൈലിലാണ് ആ പാട്ട് പാടുന്നത്. അപ്പോൾ ഒറിജിനലി ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മോക്ക് ചെയ്തിട്ടാണ്, കളിയാക്കിക്കൊണ്ടുള്ള ഒരു ലിറിക്സ് ഒക്കെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാടിക്കൊണ്ടൊക്കെ വന്നിട്ട് ഒന്നല്ല 2 നല്ല പഴുത്ത വാഴക്കുലകൾ എന്ന് പറഞ്ഞിട്ട് ഈ 2 വാഴക്കുലകൾ നല്ല മഞ്ഞ കളറിൽ നല്ല വാഴക്കുലയൊക്കെയാണ് അതെടുത്ത് ആ ടേബിളിൻ്റെ മുകളിലോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ വൺ സീൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്ന് വെച്ചാൽ ലൈക്ക് നമ്മളൊരു കൗണ്ട് ഡൗൺ പ്രൊമോയാണ്. പക്ഷെ ആ ഒരു കൗണ്ട് ഡൗൺ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കിച്ചണാണ്. അതായത് അടുക്കളയിൽ വാഴകൾ 2, ആ വാഴകളെയാണ് ഇവിടെ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിലെ വാഴകൾ ആരാണെന്ന് നിങ്ങൾ രണ്ടുപേരുടെ എന്തായാലും ഒരു കമൻറ്റിൽ പറയുക. കാരണം ഇപ്പോൾ ഈ 2 വാഴകളെ മാത്രമായിട്ട് എടുക്കാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുമ്പത്തെ സീസണിലും ഒക്കെ ഒരുപാട് വാഴകളുണ്ടായിരുന്നു. വെറുതെ നിന്ന വാഴകളുടെ കൂമ്പ് ഞാനിഞ്ഞ് ഒടിച്ചു എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീസണിൽ വാഴകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലോങ് പ്രൊമോയിൽ ലാലേട്ടൻ വാഴകളാവാൻ പറ്റില്ല എന്നെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എഗെയിൻ കൗണ്ട് ഡൗൺ വരുമ്പോൾ വീണ്ടും വാഴകളുടെ കാര്യം മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇനി ഈ പറയുന്ന കണക്ക് പൈങ്കിളി അല്ലെങ്കിൽ ലവ് ട്രാക്ക് അതൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത് എന്താണ്? ഇപ്പോൾ ഇന്നലെ കമൻറ്റിലാണെങ്കിലും പറഞ്ഞിരുന്നു നാളെ ആകുമ്പോഴത്തേക്കും കൗണ്ട് ഡൗൺ അതിൽ 2 ആണ്, 2 വരുമ്പോൾ കപ്പിളാണ്, അപ്പോൾ ലവ് ട്രാക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതല്ല നടന്നത്. അപ്പോൾ വാഴയുടെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ അതും പറഞ്ഞിട്ട്, അതായത് ഈ കൂമ്പ് ഞാൻ ഒടിക്കും എന്നും പറഞ്ഞിട്ട് മവനെ കൊല്ലാമ വിടമാട്ടെ എന്നൊരു ഡയലോഗുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊമോകളിൽ ഒരു കാര്യം കൂടെ ഞാൻ നോട്ടീസ് ചെയ്തു. കഴിഞ്ഞ സീസണിലൊക്കെ പ്രൊമോ വരുമ്പോഴത്തേക്കും ബിഗ് ബോസിന് വേണ്ടിയിട്ട് ലാലേട്ടൻ സംസാരിക്കുന്ന കുറേ പ്രൊമോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ പല മുഖങ്ങൾ, പരിചയമില്ലാത്തവർ ഇവിടെ ഒന്നിച്ചു വന്ന് 100 ദിവസം എന്നൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് എല്ലാ തവണയും എല്ലാ സീസണിലും ലാലേട്ടൻ പറയാറുള്ളത്. പക്ഷേ ഈ ഒരു സീസണിലെ എല്ലാ പ്രൊമോകളും ലാലേട്ടനാണ് ഈ പറയുന്ന ബിഗ് ബോസ്, അല്ലെങ്കിൽ ലാലേട്ടനാണ് ഈ ബിഗ് ബോസ് നടത്തുന്നത് എന്നുള്ളൊരു രീതിയിൽ ലാലേട്ടനാണ് ഇവരെയൊക്കെ ഇനി പിടിച്ചിരുത്താൻ പോകുന്നത് എന്നൊരു സ്റ്റൈലിൽ ലാലേട്ടൻ്റെ ഓൺ സ്റ്റൈലാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ കൂടുതലും ലാലേട്ടനിൽ നിന്ന് കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു തനിമയുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓൺ ലാലേട്ടൻ്റെ ക്യാരക്ടറാണെന്ന് വെച്ചാൽ അല്ല കേട്ടോ. ലാലേട്ടൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ തരത്തിലല്ല ഞാൻ പറഞ്ഞത്. പകരം സിനിമയിൽ നമ്മൾ ലാലേട്ടനെ കാണാൻ എങ്ങനെയാണ് ഇഷ്ടപ്പെടാറ്? നമ്മുടെ ആടുതോമ ആയിക്കോട്ടെ, നരസിംഹം ആയിക്കോട്ടെ, ആ ഒരു സിനിമ സ്റ്റൈലിൽ അത്തരത്തിൽ ഡയലോഗൊക്കെ പറഞ്ഞ് പഞ്ച് ഡയലോഗ് ഫൈറ്റ്, ഈ ഒരു സീനിലുള്ള നമ്മുടെ ലാലേട്ടനായിട്ട് സംസാരിക്കുന്ന തരത്തിലാണ് ഈ പ്രൊമോകളെല്ലാം. ഈ സീസണിലെ കൗണ്ട് ഡൗൺസും ലോങ് പ്രൊമോയും എല്ലാം വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇനി നാളെ ഒരൊറ്റ കൗണ്ട് ഡൗൺ, നാളത്തെ ഒരൊറ്റ ദിവസം കൂടിയുള്ളൂ. അത് ഏത് കോൺസെപ്റ്റിനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പൈങ്കിളി ട്രാക്ക് ഒന്നും എടുത്തിടാത്ത സ്ഥിതിക്ക് നമ്പർ 1 ട്രോള് ഈ പറയുന്ന പൈങ്കിളി ട്രാക്കിനാണോ? നാളത്തെ ഏതാണ് നാളത്തെ കോൺസെപ്റ്റ് എന്നുള്ളത് നാളെ രാവിലെ വന്ന് പറയാം. ഏതായാലും നാളെയും കൂടെ ഒരു പ്രൊമോ ഉണ്ട്, കാത്തിരിക്കാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും.